അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമയുടെ മരണവാർത്ത നമുക്ക് കേട്ടു. വല്ലാത്ത വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ്. ആ കുടുംബത്തിന് താങ്ങാനും പറ്റാത്തൊരു മരണവാർത്തയാണ്. തൻ്റെ മകൾ റൂമിൽ കിടന്നുറങ്ങിയിരിക്കുകയാണ് എന്നാണ് ആ മാതാപിതാക്കൾ വിചാരിച്ചത്. പക്ഷേ റൂമിൽ വന്ന് നോക്കുമ്പോൾ മകളെ കണ്ടത് വല്ലാത്തൊരവസ്ഥയിലാണ്. തൻ്റെ ജീവൻ ഒടുക്കിയ ഒരവസ്ഥയിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ വേദനിപ്പിക്കുന്നത് ഈ പെൺകുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണമാണ്. നമ്മുടെ പൊന്നുമക്കൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള മരണം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാകും. എന്തായിരിക്കും അതിൻ്റെ കാരണം? പക്ഷേ ഈ പെൺകുട്ടിയുടെ കാരണം വല്ലാത്ത വേദനിപ്പിക്കുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവർ, തീർച്ചയായും നമ്മുടെ മക്കളെ നാം വിചാരിക്കുന്നത് പോലെയല്ല അവർക്ക് ചിലതൊന്നും താങ്ങാനും സഹിക്കാനും പറ്റുന്നില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് ശീലിപ്പിച്ചെടുത്തില്ല എന്നുള്ളതാണ്. നാം ചെറുപ്രായത്തിൽ അവർ ശീലിച്ചെടുക്കേണ്ട ആ സ്വഭാവം അവരിൽ നാം ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. ഇത് ഒന്നല്ല, എത്ര മരണങ്ങളാണ്. അതും ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുമ്പോഴാണ് വിഷമം. കാരണം മദ്രസയിൽ പഠിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, വലിയ പരിശുദ്ധ ദീനൊക്കെ, ഈ സ്വയം ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ, അത് പരിശുദ്ധ ദീൻ അതിനെ ഗൗരവത്തോടു കൂടി കാണുകയാണ്. എന്നിട്ട് പോലും എത്ര മക്കളാണ് വിവാഹം കഴിക്കുന്നു, ജീവനൊടുക്കുന്നു. എത്ര ജീവനൊടുക്കി നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര പെൺകുട്ടികൾ. ഒറ്റ കാരണം, ക്ഷമയില്ല, സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു കാര്യം ചെറിയ കാരണത്തിന് വേണ്ടിയാണ്. ചെറിയ നിസ്സാരമെന്ന് പറഞ്ഞാൽ നിസ്സാരത്തിൽ നിസ്സാരമായ കാരണങ്ങളാണ്. ഈ പെൺകുട്ടി ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്താണ്? വീട്ടിൽ വന്ന് ആ പെൺകുട്ടി മൊബൈലിലൂടെ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ കുട്ടിയുടെ അധികമായ മൊബൈൽ ഉപയോഗം കണ്ടപ്പോൾ അത് തടഞ്ഞു വെച്ചു. ഇതൊന്നും സഹിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. ആ ഉമ്മ മൊബൈൽ വാങ്ങിയ ഒറ്റ കാരണത്തിനാണ് ജീവനൊടുക്കി. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ. അവർക്കൊന്നും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ നാം പഠിപ്പിച്ചില്ല എങ്കിൽ ഇതല്ലേ നമ്മുടെ മക്കളുടെ അവസ്ഥ? അള്ളാഹു പൊന്നുമോൾക്ക് പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ വാങ്ങുന്നത്, ചോദിക്കുന്നത് മക്കളിങ്ങനെ സുഖിച്ച് ജീവിപ്പിക്കുകയാണ്. അത് അമിതമായി കാണുമ്പോൾ നമുക്കത് വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാം പൊട്ടിത്തിരിക്കുന്നു. മക്കൾക്കും അത് സഹിക്കാൻ കഴിയാതെ ഈ രീതിയിലാകുന്നു. ജീവിതം പൊരുതാനുള്ളതാണ് എന്നുള്ളൊരു പാഠം നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഒരിക്കലും തോറ്റുകൊടുക്കേണ്ടതല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ വരും. എത്ര വലിയ പ്രയാസം, പ്രതിസന്ധികൾ വന്നാൽ പിടിച്ചു നിന്നുകൊണ്ട് ജീവിതമാണ് ഏറ്റവും വലുത്. പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, കോപം, ദേഷ്യം, ഇതൊന്നും ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ജീവിതമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള പാഠം നമ്മുടെ മക്കൾക്ക് കിട്ടുന്നില്ല. മക്കൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു. അവർക്ക് താന്തോന്നികളെപ്പോലെ ജീവിക്കാൻ അവസരം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അവർ ചെയ്യുന്ന കൃത്യം ഇതാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. എന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ അള്ളാഹു സൽസ്വഭാവികളാക്കാൻ വേണ്ടി നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തുള്ള ദുആകളിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിനാ വലാ തദുർറുഹും വഫിക്കും ലിത്വാതിക വർസുഖ്നാ ബിർറഹും. നോക്കൂ, നമ്മുടെ മക്കളുടെ ഈ ഒരു അവസ്ഥ, ആ കുട്ടിയുടെ മയ്യത്ത് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ സങ്കടം കൊണ്ട് താൻ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ എന്ന ഒരു ദുഃഖം ആ കുടുംബത്തിന് ഇതൊന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കെത്തി. എങ്ങനെ സഹിക്കും ആ കുടുംബം? ഇവിടെ നോക്ക്, ആ കുടുംബത്തിന് ഇനി മരണം വരെ ഇതായി. ഇനി ഒരു സന്തോഷം ആ കുടുംബത്തിനുണ്ടാവില്ല. എപ്പോഴും ആ മകളുടെ ഓർമ്മയിലായി ആ കുടുംബം പ്രയാസത്തിൽ കഴിയുന്നൊരവസ്ഥ. നമ്മുടെ മക്കൾ വിചാരിച്ചത് ജീവനൊടുക്കുക എന്ന് പറഞ്ഞാലൊക്കെ അമ്മായിൻ്റെ വീട്ടിൽ പോയി വരുന്നതെന്നാണ്. അങ്ങനെ മക്കൾക്കറിയില്ല ഇത് എന്താണ്, ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്, ഇതിൻ്റെ പരലോക അവസ്ഥ എന്താണ്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ജീവിതം പൊരുതാനുള്ളതാണ് എന്നുള്ള പാഠം നാം അവരെ കൊണ്ട് അത് പഠിപ്പിച്ച്
ആ മക്കൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ, പ്രയാസങ്ങളെ സഹിക്കേണ്ട അനുഭവങ്ങൾക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.